എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സയൻസ് ക്വിസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ്റെ സ്മരണയ്ക്കാണ് പ്രവൃത്തി, ഊർജം എന്നിവയുടെ യൂണിറ്റിന് ജൂൾ എന്ന് നാമകരണം ചെയ്തത്? ഉത്തരം ജെയിംസ് പെസ്കോട്ട് ജൂൾ. രണ്ടാമത്തെ ചോദ്യം, ജൂൾ നിയമം, ഊർജ സംരക്ഷണ നിയമം എന്നിവ ആവിഷ്കരിച്ചത് ആര്? ജെയിംസ് ജൂൾ. 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവ് എത്ര? ഉത്തരം 1 ജൂൾ. തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരമുണ്ടായെങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തി ഏത്? ഉത്തരം പോസിറ്റീവ് പ്രവൃത്തി. തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ തറ പ്രയോഗിക്കുന്ന ഘർഷണ ബലം ഏതിനം പ്രവൃത്തിയാണ്? ഉത്തരം നെഗറ്റീവ് പ്രവൃത്തി. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഊർജം. യാന്ത്രികോർജത്തിൻ്റെ 2 രൂപങ്ങൾ ഏതെല്ലാം? ഗതികോർജം, സ്ഥിതികോർജം. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാക്കുന്ന എനർജി ഏത്? ഉത്തരം ഗതികോർജം, കൈനറ്റിക് എനർജി. പ്രവൃത്തി എന്നാൽ ഗതികോർജത്തിലുണ്ടായ മാറ്റം എന്ന തത്വം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം പ്രവൃത്തി ഊർജ തത്വം. ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമേത്? സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. കുലച്ചുവെച്ച വില്ല്, വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡ് എന്നിവയിലുള്ള സ്ഥിതികോർജമേത്? സ്ട്രെയിൻ മൂലമുള്ള സ്ഥിതികോർജമാണ് ഇവയിലുള്ളത്. വൈദ്യുത ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ഫാനിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? വൈദ്യുതോർജം യാന്ത്രികോർജമാകുന്നു. ഇസ്തിരിപ്പെട്ടിയിലെ ഊർജമാറ്റം എന്ത്? വൈദ്യുതോർജം താപോർജമാകുന്നു. വൈദ്യുത ബൾബിലെ ഊർജ പരിവർത്തനം എന്ത്? വൈദ്യുതോർജം പ്രകാശോർജമായി മാറുന്നു. ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ. ഇങ്ങനെ പ്രസ്താവിക്കുന്ന നിയമം ഏത്? ഉത്തരം ഊർജ സംരക്ഷണ നിയമം. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്ക് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം പവർ. പവറിൻ്റെ യൂണിറ്റ് ഏത്? ഉത്തരം ജൂൾ പെർ സെക്കൻഡ് അഥവാ വാട്ട്. എത്ര വാട്ടാണ് 1 കിലോ വാട്ട് എന്നറിയപ്പെടുന്നത്? 1000 വാട്ട്. ഒരു കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവർ എന്നറിയപ്പെടുന്ന അളവ് എത്ര? 746 വാട്ട്. അടുത്തതായി കെമിസ്ട്രി ചോദ്യങ്ങളാണ്. അയിരിൽ നിന്ന് ലോഹം വേർതിരിക്കുന്ന മുഴുവൻ പ്രക്രിയകളും ചേർന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേര്? ഉത്തരം ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി. ഏത് ലോഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥമാണ് ഞാൻ പ്രകാശം വഹിക്കുന്നു എന്നത്? ഉത്തരം ഫോസ്ഫറസ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏത്? ലിഥിയം. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏത്? ഓസ്മിയം. അസ്ഥിയിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം? കാൽസ്യം. വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? ടങ്സ്റ്റൺ. തോക്കിൻ്റെ ബാരലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം? ഗൺ മെറ്റൽ. അത് കോപ്പർ, ടിൻ, സിങ്ക് എന്നിവയുടെ ലോഹസങ്കരമാണ്. അലോഹങ്ങളിൽ വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം ഏത്? ഗ്രാഫൈറ്റ്. ഏറ്റവും കൂടുതൽ അടിച്ചു പരത്താൻ കഴിയുന്ന ലോഹം? സ്വർണം. മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായി ആദ്യം തരംതിരിച്ചത് ആര്? ഉത്തരം ലാവോസിയ. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? സിങ്ക്. പ്രോട്ടീൻ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ലോഹം? മഗ്നീഷ്യം. ബയേഴ്സ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന ലോഹം? അലുമിനിയം. സാധാരണ ബാറ്ററികളിൽ നെഗറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന ലോഹം? സിങ്ക്. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. ഉൽപാദന സമയത്ത് ബാഷ്പമായി വേർതിരിയുന്ന ലോഹം? സിങ്ക്. ഏറ്റവും കാഠിന്യം കുറഞ്ഞ ലോഹം? സീസിയം. ഏറ്റവും കൂടുതൽ നാശപ്രതിരോധ ശേഷിയുള്ള ലോഹം? ഇറിഡിയം. ഏറ്റവും ചാലകശേഷി കുറഞ്ഞ ലോഹം? ബിസ്മത്ത്. വാൻ ആർക്കൽ പ്രക്രിയ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്ന ലോഹം? ഉത്തരം ടൈറ്റാനിയം. അടുത്തത് ബയോളജി ചോദ്യങ്ങളാണ്. ക്യാൻസറിനെ പറ്റിയുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓങ്കോളജി.
റേഡിയേഷൻ, കീമോതെറാപ്പി എന്നിവ ഏത് രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടവയാണ്? ഉത്തരം ക്യാൻസർ. ക്യാൻസർ ചികിത്സയിൽ ഉപയോഗിക്കുന്ന റേഡിയോ ഐസോടോപ്പിന് ഉദാഹരണം ഏത്? ഉത്തരം കൊബാൾട്ട് 60. സർക്കോമ എന്ന ഇനം ക്യാൻസർ കൂടുതലായും ബാധിക്കുന്ന ശരീരഭാഗം? ഉത്തരം എല്ലുകൾ. ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ഫെബ്രുവരി 4. ജീവിതശൈലീ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഏത്? വ്യായാമം. വ്യായാമത്തിലേർപ്പെടുമ്പോൾ പേശി സങ്കോചിച്ച് വലിപ്പം ചെറുതായാൽ അതിനെ ഏതു പേരിൽ വിളിക്കുന്നു? ഐസോമെട്രിക്. അനൈറോബിക് വ്യായാമങ്ങൾ ഉദാഹരണങ്ങൾ ഏവ? ഭാരമുയർത്തുക, ബലമായി പിടിക്കുക. ഏതിനം വ്യായാമങ്ങളാണ് ഓക്സിജൻ ഉപയോഗിക്കാതെ വളരെയധികം ഊർജം ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നതിനാൽ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നത്? അനൈറോബിക് വ്യായാമം. ഹൃദയാരോഗ്യത്തിന് നല്ലതല്ലാത്ത വ്യായാമങ്ങൾ ഏവ? അനൈറോബിക് വ്യായാമങ്ങൾ. വ്യായാമം ചെയ്യുമ്പോൾ പേശികൾ സങ്കോചിച്ച് ചെറുതാകുകയും അതേസമയം പേശികൾ അനുഭവപ്പെടുന്ന മർദ്ദം സ്ഥായിയായി നിൽക്കുകയും ചെയ്യുന്നത് ഏതിനം വ്യായാമങ്ങളിലാണ്? ഐസോട്ടോണിക് വ്യായാമങ്ങൾ അഥവാ എയ്റോബിക് വ്യായാമ രീതികൾ. എയ്റോബിക് വ്യായാമങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ? വേഗത്തിൽ നടക്കുക, ജോഗിംഗ്, നീന്തൽ, സൈക്കിൾ ചവിട്ടുക. ഹൃദയാരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായ വ്യായാമ മുറകളേവ? എയ്റോബിക് വ്യായാമങ്ങൾ. നമ്മുടെ ശരീരത്തിൽ എത്ര ഭാഗമാണ് ജലം? 2/3 ഭാഗം. തലച്ചോറിൻ്റെ എത്ര ശതമാനമാണ് ജലം? 85% രക്തത്തിൽ എത്ര ശതമാനം ജലം അടങ്ങിയിരിക്കുന്നു? ഉത്തരം 90%. എല്ലുകൾക്ക് എത്ര ശതമാനം ആണ് ജലം? 25%. മൂത്രം, വിയർപ്പ് എന്നിവയിലൂടെ പ്രതിദിനം എത്ര അളവ് ജലം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു? 2.5 ലിറ്റർ. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതുമായ ധാന്യമേത്? ഉത്തരം നാരുകൾ. മനുഷ്യഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോൾ മുതൽ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നു? ഉത്തരം 22 ദിവസം. സാധാരണഗതിയിൽ മിനിറ്റിൽ ശരാശരി എത്ര തവണ ഹൃദയം സ്പന്ദിക്കുന്നു? ഉത്തരം 72 തവണ. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം മാങ്ങ. വീഡിയോ ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.